സന്ദീപ് വാര്യർ തീർന്നട മക്കളെ. കാരണം എന്താണ്? സന്ദീപ് വാര്യരെ പൊളിച്ചടുക്കിക്കൊണ്ട് പത്മജ വേണുഗോപാൽ BJP-യിൽ ചെന്ന് ചേക്കേറിയ കെ കരുണാകരൻ്റെ മകളുണ്ടല്ലോ, അവർ ഇങ്ങനെ പറയുകയാണ്, സന്ദീപ് വാര്യർ പൊളിഞ്ഞടുങ്ങി, അയാൾ നശിച്ചുപോയി, മുങ്ങാൻ പോകുന്ന കപ്പലിലാണ് ചെന്ന് കയറിയത്. സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഗുണനിലവാരം പരിശോധിക്കുകയാണ് പത്മജ വേണുഗോപാൽ തൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ. 2016 മാത്രമാണ് സന്ദീപ് വാര്യർ എന്ത് തുടങ്ങിയത്? രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. വിദേശത്ത് നിന്ന് വന്നു, എന്തോ സംഘപരിവാർ ആശയങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. മുമ്പ് RSS സ്റ്റഡി ക്യാമ്പിലും അതുപോലെ തന്നെ ശാഖയിലുമൊക്കെ പങ്കെടുത്തതിൻ്റെ ഊർജ്ജമുണ്ടായിരുന്നു. പഴയൊരു SFI-കാരനായിരുന്നു എന്നൊക്കെ മാറ്റിവെച്ചാൽ പോലും അത് വച്ചിട്ട് അയാൾ ഫേസ്ബുക്കിൽ കുറിപ്പുകൾ എഴുതി തുടങ്ങി. പാർട്ടി വക്താവായി ചാനലുകളിൽ വന്നു തുടങ്ങി. അതാണോ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് പത്മജ വേണുഗോപാൽ സന്ദീപ് വാര്യർക്കെതിരെ തൊടുത്തുവിടുന്ന വിഷം പുരട്ടിയ വാക്കുകൾ. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നു, ശരിയായിക്കോട്ടെ. സന്ദീപ് വാര്യർ BJP-യുടെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് കോൺഗ്രസിൽ വന്ന് ചേർന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയത്തിന് അടിത്തറ പാകിയത് മാത്രമല്ല, സംസ്ഥാനത്തുടനീളമുള്ള BJP ക്യാമ്പുകളിൽ അത് അസ്വസ്ഥതയും പുകയും ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. വിമതസ്വരം ഉയർത്തി നിൽക്കുന്ന നേതാക്കളൊക്കെ കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറുമാണ്. KP മധു ഉൾപ്പെടെ, വയനാട് പഴയ മുൻ ജില്ലാ പ്രസിഡന്റായ KP മധു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ, ഒരു പക്ഷേങ്കിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ കൂടുമാറുന്ന ഒരു തലത്തിലേക്ക് സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റം ചെന്ന് എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് പത്മജയ്ക്ക് അതിനകത്തൊരു വിഷമം. കോൺഗ്രസിൽ ഇപ്പോൾ നേതാക്കളില്ല. കോൺഗ്രസിലെ നേതാക്കളൊക്കെ എങ്ങനെയുള്ളവരാണ്? ഇപ്പോൾ ഒരു കൊച്ചു ചെറുക്കൻ ജയിച്ചല്ലോ, എവിടെ? പാലക്കാട് വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾ കെ കരുണാകരനെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പത്നി കല്യാണിക്കുട്ടിയമ്മയെയും വിമർശിച്ച വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളുകളാണ് കോൺഗ്രസിലുള്ളത്. തൻ്റെ ചേട്ടനവിടെ ആത്മാഭിമാനം പണയം വെച്ച് നിൽക്കുകയാണ്. തൻ്റെ ചേട്ടനും തൻ്റെ അച്ഛനും താനുമൊക്കെ നേരിട്ട വെല്ലുവിളികൾ അതൊന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയ കേരളത്തിന് അറിയില്ല എന്നൊക്കെ പത്മജ ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്കറിയാലോ പ്രിയപ്പെട്ടവരെ, പത്മജ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പത്മജ വേണുഗോപാൽ രാഷ്ട്രീയ പ്രവർത്തനം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. അവർ KTDC-യുടെ ചെയർപേഴ്സണായിട്ടൊക്കെ കുറച്ചു കാലം ഇരുന്നിട്ടുണ്ടെന്നല്ലാതെ, അധികാരം കൈയാളിയിട്ടുണ്ടെന്നല്ലാതെ മറ്റൊരു കാര്യവും അവർ ചെയ്തിട്ടില്ല. പിന്നെ ഇനി BJP അവർക്ക് എന്താണ് കൊടുക്കാൻ പോകുന്നത്? ഏതെങ്കിലും ഒരു ഗവർണർ സ്ഥാനമോ രാജ്യസഭാ MP സ്ഥാനമോ ഒക്കെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ നിലവിൽ BJP-യിലുള്ളത്. അത് കിട്ടുമോ എന്നൊക്കെ കാലം തെളിയിക്കട്ടെ. പത്മജ വേണുഗോപാലിൻ്റെ ഈ സന്ദീപ് വാര്യർക്ക് എതിരെയുള്ള വിമർശനം വരുന്നതിൻ്റെ അടിസ്ഥാനം, സന്ദീപ് വാര്യർക്ക് രാഷ്ട്രീയ പാരമ്പര്യമില്ല. രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഞങ്ങൾക്ക് പോലും കോൺഗ്രസിൽ യാതൊരു വിലയും കിട്ടിയിട്ടില്ല, പിന്നെയാണോ സന്ദീപ് വാര്യർക്ക് വില ലഭിക്കാൻ പോകുന്നത് എന്നൊരു ഉള്ളിൽ നിന്നുള്ള ഒരു വിലാപവും ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ പത്മജ പറയുന്നുണ്ട്, പാർട്ടിയിൽ നിന്നപ്പോൾ, അതായത് ഏത് പാർട്ടിയിൽ? കോൺഗ്രസിൽ നിന്നപ്പോൾ തനിക്ക് നഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ആരും സഹായിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവിൻ്റെ കുറേ പൈസ പോയി, അങ്ങോട്ട് കയ്യിൽ നിന്ന് കാശെടുത്ത ആളുകളെ സഹായിക്കുന്നതല്ലാതെ ഇങ്ങോട്ട് യാതൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ട പത്മജ, ഒന്ന് ചോദിച്ചു നോക്കട്ടെ, എന്തേ സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടിയാണോ നിങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്? കെ കരുണാകരൻ്റെ മകളായി ജനിച്ചത്? നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിച്ചു തന്നെയാണ് നിങ്ങൾ വളർന്നത്. മുഖ്യമന്ത്രിയുടെ മകളായി തന്നെയാണ് വളർന്നത്. അല്ലെങ്കിൽ പാർട്ടിയുടെ ലീഡർ, അനിഷേധ്യനായ ലീഡറിൻ്റെ മകളായി തന്നെയാണ് നിങ്ങളെ കേരളം കണ്ടിരുന്നത്. അവിടെ അത് വിട്ട ശേഷം BJP-യിൽ എത്തിയിട്ട് കോൺഗ്രസ്, ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല, ഇവിടെ ഞാൻ സ്നേഹം അറിയുന്നു, ബഹുമാനം അറിയുന്നു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ സന്ദീപ് വാര്യർ പൊളിഞ്ഞടുങ്ങുകയോ അടുങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ. പത്മജ വെറുതെ എന്തിനാണ് ഇങ്ങനെ ഒരു നിലാവത്ത് ഇറങ്ങി നടക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല എന്ന് ആ പോസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാകും. ഏതായാലും സന്ദീപ് വാര്യർ ഒന്ന് സൂക്ഷിച്ചിരിക്കുക. പത്മജ പിന്നാലെ വരുന്നുണ്ട് നിങ്ങളെ ആക്രമിക്കാൻ.